വാർത്താ സംവാദത്തിലേക്ക് സ്വാഗതം. 1977-നും 1989-നും ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ഒരു രാജ്യത്തെ ഭരണ സംവിധാനത്തെ തീരുമാനിക്കുന്നതിന് വേണ്ടി കേരളം രേഖപ്പെടുത്തിയിരിക്കുന്നു. 77.68%. ഇതിന്റെ വിശദമായ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കേരളത്തിന്റെ വിധിയെഴുത്ത് എങ്ങനെയായിരുന്നു, അതിന്റെ നിർണായകമായ ദിശ എന്തായിരുന്നുവെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധന വിശകലനം നടത്തുന്നു. നമ്മളോടൊപ്പം 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഉൾപ്പെടുന്ന 7 നിയോജക മണ്ഡലങ്ങളിൽ ആരൊക്കെ ലീഡ് ചെയ്തു, അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നതടക്കമുള്ള ചില പരിശോധനകൾ കൂടി നമ്മൾ നടത്തുകയാണ്. മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ലാൽകുമാർ ആണ് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ലാൽകുമാർ, ആദ്യം എങ്ങനെയാണ് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തിനെ കാണുന്നത്? കാരണം ഒരു കാലഘട്ടത്തിന് ശേഷം, ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പ്രയോഗിക്കാം, അതിനുശേഷം നടന്ന അതിതീവ്രമായ ഒരു പ്രചരണ ചൂട് അനുഭവപ്പെട്ട കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ 1.5 മാസം. എന്തൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്ന് പരിശോധിക്കുമ്പോൾ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഒക്കെ ഉണ്ട്. മതവും വിശ്വാസവും ഒക്കെ ഇടിച്ചു കയറി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ. പക്ഷെ അതൊക്കെ മാറ്റി നിർത്താം. വലിയ അർത്ഥത്തിൽ ആളുകൾ അല്ലെങ്കിൽ വോട്ടർമാർ ഇവിടെ ഇടപെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെക്കുറിച്ച് ഒരു തുടക്കം ലാൽകുമാർ. ശരി, ലാൽകുമാറിലേക്ക് എത്താം. ചെറിയൊരു സാങ്കേതിക പ്രശ്നം. ആദ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 2009, 2014, ഇപ്പോൾ കഴിഞ്ഞ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ഒരു പൊതുചിത്രം പരിശോധിക്കാം. തിരുവനന്തപുരത്ത് 2009-ൽ പോൾ ചെയ്തത് 73.45% വോട്ടർമാർ 2009-ൽ വോട്ട് രേഖപ്പെടുത്തി. 2014-ൽ അത് 65.74% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ 7 നിയോജക മണ്ഡലങ്ങളിൽ 68.69% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2019-ൽ അത് 72.40% ഉയരുന്നു. അതായത് 2014-ൽ നിന്ന് 19-ലേക്ക് എത്തുമ്പോഴാണ് 65-ൽ നിന്ന് 72 ഉയരുന്നത്. ഇതിനു മുൻപ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അതായത് ജനങ്ങൾ വിധിയെഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് LDF 60,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം, അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന 60,467 വോട്ടിന്റെ ലീഡ് LDF-ന് നേടാൻ വേണ്ടി 2016-ൽ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ കഴിഞ്ഞു. 60,000-ത്തിൽ പരം വോട്ടുകളുടെ ലീഡാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 60,467. ലാലിലേക്ക് പോകുന്നു. ലാൽ, ഈ കണക്ക്, ഈ ചിത്രം വച്ചുകൊണ്ട് നമുക്ക് ഇത് ആരംഭിക്കാമെന്ന് തോന്നുന്നു. അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ള 7 നിയോജക മണ്ഡലങ്ങളുടെ കണക്ക് അതുകൂടി പരിശോധിക്കുകയാണ്. 2016-ലാണല്ലോ അവസാനമായി ഒരു ജനവിധി കൂടി രേഖപ്പെടുത്തുന്നത്. അവിടെ LDF 60,467 വോട്ടുകൾ ലീഡ് ചെയ്യുന്നു UDF-നേക്കാളും. അത് ഒരു നിയോജക മണ്ഡലങ്ങളുടെ ഒരു പൊതുചിത്രം കൂടി എടുത്തുകൊണ്ടാണ്. ഇതൊക്കെ സ്വാധീനിക്കുമോ, ബാധിക്കുമോ, ഒരു നിർണായകമായ സ്വാധീന ശക്തിയാകുമോ ഈ വോട്ടുകളുടെ എണ്ണം എന്നൊക്കെ പരിശോധിക്കാം നമുക്ക് ലാൽ ഈ ഘട്ടത്തിൽ. നിശ്ചയമായും ബാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളിപ്പോൾ നോക്കുക, കഴക്കൂട്ടം മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കഴക്കൂട്ടത്തായിരിക്കാം ഏറ്റവും കൂടുതൽ ശതമാന വ്യത്യാസം വന്നിരിക്കുന്നത്. കാരണം കഴക്കൂട്ടം ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് സി ദിവാകരൻ ലീഡ് ചെയ്യും എന്നുള്ളതാണ്. അവിടെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങൾ എല്ലാ ഒപ്പീനിയൻ പോളുകളും, ഒരു ഒപ്പീനിയൻ പോൾ ഒഴിച്ച് ബാക്കി എല്ലാം 3-ാം സ്ഥാനത്തിലേക്ക് സി ദിവാകരനെ തള്ളിയെങ്കിലും യഥാർത്ഥത്തിൽ അവസാന നിമിഷം അദ്ദേഹം ഒരു കടന്നുകയറ്റം നടത്തുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു കരുതൽ. എസ്പെഷ്യലി തരൂരിൻ്റെ ഒരു ഷീൻ അദ്ദേഹത്തിന് പഴയതുപോലെ ഇല്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു വികസന പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു പൊതുവെ ഉള്ളൊരു ധാരണ എല്ലാവർക്കും, ജനങ്ങളുടെ ഉള്ളിൽ അതുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ അതിനെക്കാട്ടിലൊക്കെ ഉപരി കുമ്മനം രാജശേഖരൻ ഒരു ഫൈറ്റ് ഇവിടെ നടത്താനുള്ള സാധ്യത, അത് ന്യൂനപക്ഷത്തെ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അത് എങ്ങനെ അതിന്റെ റിസൾട്ട് വരാൻ പോകുന്നു എന്നുള്ള കാര്യം സത്യത്തിൽ അറിയില്ല. ഇപ്പം കോസ്റ്റൽ ബെൽറ്റിലുള്ള വോട്ടുകൾ യഥാർത്ഥത്തിൽ സി ദിവാകരൻ എത്രമാത്രം ഇൻട്രോട്സ് അതിലേക്ക് വരുത്താൻ കഴിയും എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതാണ്. അല്ലാതെ നമുക്ക് ചുമ്മാതെ സി ദിവാകരൻ മൊത്തം കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കോവളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്രമാത്രം ഈ നീലലോസ് നാടാരെ പോലുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് എങ്ങനെ വരും എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിരുന്ന് കണ്ടതാണ്. അങ്ങനെ ആണെങ്കിൽ എൻ്റെ ഒരു അടിയുറച്ച വിശ്വാസം
കഴക്കൂട്ടം മണ്ഡലവും നേമമണ്ഡലവും, നേമത്ത് പ്രത്യേകിച്ച് ശ്രീ ശിവൻകുട്ടി അതിശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അവിടെയും ശക്തമായ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള റിപ്പോർട്ട് പോളിംഗ് പെർസെൻറ്റേജ് കൂടിയത് ശിവൻകുട്ടിയുടെ ഇൻഫ്ലുവൻസ് ആണെന്നുള്ളൊരു പറച്ചിലുണ്ട്. ഒബ്വിയസ്ലി അവിടെ ബി ജെ പിക്ക് ഒരു ഇതുണ്ട്. ബി ജെ പിയുടെ 19,000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം നേടിയ ആളാണ് രാജേട്ടൻ. പക്ഷേ ഇപ്പോഴത്തെ പഴയ നിയമമല്ല ഇപ്പോഴത്തെ നിയമം. കാര്യം നിയമത്ത് തന്നെ രാജേട്ടൻ തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അങ്ങനത്തെ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അവിടെ LDF-നൊരു മുൻതൂക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പം നിയമം കഴക്കൂട്ടം പ്ലസ് ഒരു കോസ്റ്റൽ ബെൽറ്റിന്റെ വോട്ടുകളൂടെ ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പം സി ദിവാകരൻ കടന്നു കയറി പോകാമെന്നുള്ള ഒരു ചാനലിന്റെ ഒപ്പീനിയൻ പോളിനോട് യോജിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ ലാൽകുമാർ, തീർച്ചയായും നമുക്ക് ആ ഒരു കാര്യത്തിൽ ഒന്ന് സൂക്ഷ്മമായ ഒരു പരിശോധന നടത്താൻ താങ്കൾക്ക് കഴിയുമോ? ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മതി, നിർണായകമായി പറയണ്ട. ഈ തിരുവനന്തപുരവും പത്തനംതിട്ടയും ആണല്ലോ ഇപ്പോൾ ഈ NDA മുന്നണി വലിയ പ്രതീക്ഷയും അല്ലെങ്കിൽ ആവേശത്തോടു കൂടി പലയിടത്തും ചർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്ത് വളരെ സ്വതന്ത്രമായി വോട്ട് രേഖപ്പെടുത്തിയ ജനാധിപത്യപരമായി പ്രതികരിച്ച ആളുകൾ ആശങ്കയോടുകൂടി പറഞ്ഞത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ തീരപ്രദേശ മേഖലകൾ, അതുപോലെയുള്ള ന്യൂനപക്ഷം എന്ന് തന്നെ ആ വാക്ക് ഉപയോഗിക്കാം. ആ മേഖല എങ്ങനെ എവിടെ നിർണായകമായി സ്വാധീനം ചെലുത്തും, എന്ത് പിന്തുണ ആരോട് രേഖപ്പെടുത്തും എന്നതിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ചർച്ചകളും തിരുവനന്തപുരത്ത് ആ കോണിലേക്ക് നീങ്ങുകയാണ്. ആ കോണിൽ നിന്ന് നിർണായകമായ എന്തെങ്കിലും ഒരു നിരീക്ഷണം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇതിനോടകം? അല്ല, എനിക്ക് ഒരു കാര്യം വ്യക്തമായി പറയാൻ കഴിയും. പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 10 ലക്ഷം വോട്ടുകൾ മേളിൽ പോൾ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം വോട്ട് അവിടെ 1,67,000 മറ്റോ വോട്ടാണ് കഴിഞ്ഞ 2014 MT രമേശ് പിടിച്ചത്. അതിനുപരി 2016 വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 1,91,000 എന്നുള്ള നമ്പറിലേക്കൊക്കെ വരാം. അത് പരമാവധി ഇവർക്ക് പ്രസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എത്താൻ പറ്റുന്നത് ഒരു 2 ലക്ഷം 2.25 ലക്ഷം ഒക്കെ ആയിരിക്കാം, അല്ലെ 2.5 ലക്ഷം എന്ന് വെച്ചു. പക്ഷെ ഒരു 3-3.5 ലക്ഷം വോട്ടിന് മേളിൽ പിടിക്കാത്ത ഒരാൾ അവിടെ ജയിക്കില്ല എന്നുള്ളതാണ് സത്യം. അതാണ് അവിടുത്തെ ജനറൽ പിക്ചർ. അതാണ് അതിൻ്റെ 10 ലക്ഷം വോട്ട് പോൾ ചെയ്തെടുത്ത് നോട്ടയ്ക്കൊന്നും നമ്മൾ അധികം കൂട്ടണ്ട. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ഒരു 3.5 ലക്ഷം വോട്ടിന് മേളിൽ പിടിക്കുന്ന ഒരാൾ മാത്രമേ ജയിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ എത്ര ടഫ് ഫൈറ്റ് അവിടെ കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് പത്തനംതിട്ട നമുക്ക് പ്രത്യേകിച്ച് പരിശോധിക്കേണ്ടതുണ്ട് ലാൽകുമാർ, അതുകൊണ്ടൊന്ന് ഇടപെടുകയാണ്. നമുക്കൊന്ന് പത്തനംതിട്ടയിലെ നിലവിലെ കണക്കുകൾ, അതുപോലെ 2009-14 ആ കണക്കുകൾ, ക്ഷമിക്കണം, ആറ്റിങ്ങൽ തൊട്ടടുത്ത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ് തൊട്ടടുത്ത് ആറ്റിങ്ങലിലേക്ക് ഒന്ന് പോവുകയാണ്. ആറ്റിങ്ങലിന്റെ ഒരു പൊതുചിത്രം, ആ കണക്ക് നമുക്ക് നോക്കാം ഈ ഘട്ടത്തിൽ. ആറ്റിങ്ങലിൽ ഡോക്ടർ A സമ്പത്ത് ഒപ്പം അടൂർ പ്രകാശും ആണ്. ശോഭാ സുരേന്ദ്രനും ഒരു നല്ല മത്സരം ഉയർത്താൻ വേണ്ടി കഴിഞ്ഞു. ഇതാണ് വിവരം ലാൽകുമാർ. 2009 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആകെ വോട്ട് രേഖപ്പെടുത്തിയത് 74.23% വോട്ടർമാരാണ്. അത് 2014 എത്തുമ്പോൾ 66.25, ഇപ്പോൾ 2019 അത് 72.38%. 2016 ഇവിടെ, അതായത് ആറ്റിങ്ങൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് 68.71% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഈ ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ LDF-ന്റെ ലീഡ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ ലീഡ് ലാലിലേക്ക് പോവുകയാണ്. ലാൽ, എങ്ങനെയാണ് ഈ ആറ്റിങ്ങലിന്റെ ഒരു പൊതുചിത്രം ലാലിന് ലഭിക്കുന്നത് ഈ ഘട്ടത്തിൽ? ആറ്റിങ്ങലിൽ ഒരു മികച്ച മത്സരം നടന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷമായി സമ്പത്താണ് അവിടുത്തെ ജനപ്രതിനിധിയായി പാർലമെന്റിലേക്ക് പോകുന്നത്. ശോഭാ സുരേന്ദ്രനൊക്കെ വന്നിട്ട് അവിടുത്തെ ഒരു ചിത്രം ത്രികോണ മത്സരത്തിലേക്കൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടോ? ഒരിക്കലും അവിടെ ത്രികോണ മത്സരം നടന്നിട്ടില്ല. അത് അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു അവിടെ നടന്നിട്ടില്ല. പക്ഷേ എന്നെ ഭയപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് അല്ലെങ്കിൽ കോൺഗ്രസ് BJP ഇക്വേഷൻ എങ്ങനെ വർക്കാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു നല്ല സംശയമുണ്ട്. കാര്യം കോൺഗ്രസ് ആന്റണിയുടെ പ്രവർത്തനം പത്തനംതിട്ട ജില്ലയിൽ വളരെ മോശമാകുകയും കോന്നി മേഖലയിലുള്ള വോട്ടുകൾ ചിലപ്പോൾ BJPയുടെ ഭാഗത്തേക്ക് വരികയും സുരേന്ദ്രന് വരികയും അതിന് പ്രത്യുപകാരമായിട്ട് വേണമെങ്കിൽ ആറ്റിങ്ങലിൽ വോട്ട് ഇപ്പുറത്തോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഭാഷയിൽ ഒരു പാക്കേജ് ഉണ്ടല്ലോ, ഒരു പ്രയോഗം. അതെ, അത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കോന്നി ആറ്റിങ്ങൽ പാക്കേജ് എന്ന് പറയേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു, പഴയ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ ഒരു സാധ്യത എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ഒരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ട്. കാര്യം ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ് അടൂർ പ്രകാശ്, ഒരു സംശയമില്ല, അതൊരു നല്ല കണ്ടന്ററാണ്. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF-ന് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ്. പക്ഷേ എങ്ങനെ ഇത്
വർക്കാകും, അല്ലെങ്കിൽ BJP-യുടെ ഒരു വോട്ട് കച്ചവട തന്ത്രം എത്രമാത്രം വർക്കാകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യമാണ്. അടൂർ പ്രകാശ് എങ്ങനെ അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളത് ഇപ്പം അറ്റ് ദിസ് പോയിന്റ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ ഒപ്പീനിയൻ പോളുകളും ആറ്റിങ്ങൽ സമ്പത്ത് ജയിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയത്. അപ്പം അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു സ്ക്രേപ്പ് ത്രൂ നടത്തും തന്നെയാണ്, ഒരു കഴിച്ചിലായി കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അത് കഴിച്ചിലായി കിട്ടും എന്ന് പറഞ്ഞാൽ വളരെ ഈസി വാക്ക് ഓവർ അല്ല. അവിടെ നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. കാര്യം അദ്ദേഹം ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അതിശക്തമായ പാർലമെന്റിലെ പ്രവർത്തനം, അല്ലെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തന്നെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ ആറ്റിങ്ങൽ സന്ദർശിച്ച ഒരാളാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ആറ്റിങ്ങലിൽ പോയി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നും ആരും പറഞ്ഞില്ല, കറപ്റ്റഡ് ആണെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഇലക്ഷന് വരുമ്പോൾ മൊത്തത്തിലൊരു ചോദ്യം ചോദിക്കും വോട്ടേഴ്സ്, എന്തിനും നമ്മൾ മാറണം? കാര്യം ഇദ്ദേഹത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല എന്നുള്ള ഒരു പൊതുബോധം. പിന്നെ തൊഴിലാളികൾ ഒരുപാടുള്ള സ്ഥലമാണ്, അപ്പം അത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആറ്റിങ്ങൽ പൊതുവെ ഇടത്തോട്ട് തന്നെ പോകാനാണ് സാധ്യത. എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത്, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് എല്ലാ സീറ്റുകളിലും ഏതാണ്ട് 2014 എല്ലാ സീറ്റുകളിലും ആ സമ്പത്ത് ജയിച്ചാണ്, 7 കോൺസ്റ്റിറ്റ്യുവൻസിലും സമ്പത്ത് ജയിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് കുടിക്കുന്നു. അതിന് മുമ്പ് 2009 വന്നു കഴിഞ്ഞാൽ ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ 2014 വന്നു കഴിഞ്ഞാൽ മൊത്തം സീറ്റും പിടിച്ചെടുത്ത ഒരാളാണ്. അപ്പം എൻ്റെ ഒരു വിശ്വാസം, ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്ന ആറ്റിങ്ങൽ സമ്പത്ത് തന്നെ ജയിക്കും എന്നുള്ളതാണ്. ശരി ലാൽകുമാർ, ഏതായാലും നമുക്ക് കൊല്ലത്തേക്ക് കൂടി ഒന്ന് പോകാം. കൊല്ലം നമുക്കറിയാം വലിയ നിലയിൽ മാധ്യമ ചർച്ചകളിൽ ഇടം നേടി, പരസ്യ പ്രചരണത്തിലായാലും വാഗ്വാദങ്ങളിലായാലും ഒക്കെ വലിയ നിലയിലുള്ള പോരാട്ടം നടന്നൊരു മണ്ഡലമാണ് കൊല്ലം. നമുക്കറിയാം പ്രേമചന്ദ്രൻ ഇടത് പാളയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അവിടെ KN ബാലഗോപാലിനെ പോലെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊല്ലത്ത് വരുന്നു. CPI-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, പാർലമെന്റ് അംഗമായിരുന്നു, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊക്കെയാണ് അദ്ദേഹം കടന്നു വരുന്നത്. NK പ്രേമചന്ദ്രനും അദ്ദേഹത്തിന്റെ ഒരു വരവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ നിർണായകമായ സ്വാധീനം ആ രാഷ്ട്രീയ രംഗത്ത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരമായിരുന്നു. കൊല്ലത്തെ ആ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. 2009, 2014, 2019 ഇവിടെ വരെ എത്തി നിൽക്കുമ്പോഴുള്ള വോട്ടിംഗ് പെർസെന്റേജിന്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. 2009 74.36% വോട്ടർമാരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. 2014 67.78% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ 2019 74.27% ആണ് വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം. ഇതിലും നമുക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ വരുന്ന 7 നിയോജക മണ്ഡലങ്ങളിൽ 72.9% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. കൊല്ലത്ത് 1,76,041 വോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി LDF-ന് കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ നിയോജക മണ്ഡലം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. 2016 ഇടതുപക്ഷം തൂത്തുവാരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊല്ലം പോകുന്നു. ആ പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയുമോ ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങലിൽ ഒരു നെഗറ്റീവായ ഒരു അപ്രോച്ച് ലാൽകുമാറിന് പരിശോധിക്കുമ്പോൾ മനസ്സിലായിട്ടില്ല. പക്ഷെ കൊല്ലത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? ഒരു നിർണായകമായ പോരാട്ടം അവിടെ നടന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പ്രേമചന്ദ്രന് പോലും അക്കാര്യത്തിലൊരു ആശങ്കയും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ട്. ഇന്നത്തെ ഒരു പ്രതികരണത്തിൽ നിന്ന് അത് വ്യക്തമാകുന്നുമുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, ആദ്യം തന്നെ ഒരു തിരുത്തൽ വരട്ടെ. ആറ്റിങ്ങലിനെ കുറിച്ച് എനിക്ക് പെസിമിസം ഇല്ല. എന്നുവെച്ചാൽ അതാ പറഞ്ഞത്, അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. ഒപ്പീനിയൻ പോളുകളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നെഗറ്റീവ് പറയുന്നത് തെറ്റാണ്. കാര്യം അങ്ങനെയാണ്, അത് വസ്തുപരമായി താങ്കൾ സൂചിപ്പിച്ച ഒരു കഴിച്ചിലായി കിട്ടുമെന്ന നിലയിൽ തീർച്ചയായിട്ടും അത്ര ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കൊല്ലത്തും എന്താണ് ആ ഒരു നിലയിലാണോ കാര്യങ്ങൾ? കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ഏറ്റവും ശക്തമായി പാർട്ടിയുടെ മെഷീനറി വർക്ക് ചെയ്ത സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ CPIM ജയിക്കാൻ പോകുന്ന, ഏറ്റവും ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്ന സ്ഥലം അത് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ കരുതൽ. ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അതെ, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഇപ്പം മൈനോറിറ്റി കൺസൾട്ടേഷൻ ഉറപ്പായിട്ടും അത് ബാലഗോപാലിന് അനുകൂലമായി നിലനിൽപ്പുണ്ട്. പിന്നെ ഈ പറഞ്ഞ NSS ഫാക്ടേഴ്സ് ഒന്നും വലുതായിട്ട് ബാലഗോപാലിനെതിരെ വർക്കാകില്ല എന്നുള്ളതാണ് അവിടുത്തെ സത്യം. പിന്നെ പാർട്ടിക്ക് അതിശക്തമായ മെഷീനറിയുള്ള ഒരു അഭിമാന പോരാട്ടമായിട്ട് എടുത്തിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് ആദ്യം തൊട്ട് തന്നെ സ്ഥാനാർത്ഥിയെ നേരത്തെ നിർണ്ണയിച്ച് കൃത്യമായ ഒരു വർക്ക്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് ബാലഗോപാൽ. അപ്പം കൃത്യമായ ഒരു ധാരണയുള്ളതാണ്. എനിക്ക് അടിയുറച്ച് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലങ്ങളിലൊന്ന് CPIM എവിടെ തോറ്റാലും കൊല്ലം തോക്കില്ല എന്നുള്ളതാണ് എൻ്റെ ബലമായ വിശ്വാസം. പ്രേമേന്ദ്രനെ കുറിച്ച് എനിക്ക് എതിരഭിപ്രായങ്ങളൊന്നുമില്ല. വളരെ ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മോശം പെർഫോമൻസ് ഉള്ള ഒരാളൊന്നുമല്ല, നല്ല പെർഫോമൻസ് ഉള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് അടുത്തിടയിൽ വന്നിരിക്കുന്ന ഒരു BJP-യുമായിട്ടുള്ള ഒരു ബന്ധം, ആ ബന്ധമില്ല എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട്
എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഒരു ബൈപ്പാസ് ഒരിക്കൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു ചരിത്രമില്ല. അതായത് കേരളത്തിൽ ഒരു പക്ഷേ വ്യാപകമായി ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ NDAക്കെതിരെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ കൃത്യമായ ഒരു നിലപാടെടുക്കുമ്പോൾ കൊല്ലത്ത് അത് ഉണ്ടായില്ല എന്ന് പരക്കെ ആക്ഷേപം ഉയർന്നു. അത് നിർണായകമായി വോട്ടിങ്ങിനെ സ്വാധീനിക്കുമെന്ന് താങ്കൾ കരുതുന്നു. അതായത് പ്രേമചന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലും മോദിക്കെതിരായ ഒരു അറ്റാക്ക് നടത്താൻ തയ്യാറായിട്ടില്ല. തീർച്ചയായിട്ടും. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, അവിടെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വീക്ക് കാൻഡിഡേറ്റ് BJP യിൽ നിന്ന് കിട്ടി. വീക്ക് എന്ന് തന്നെ ഞാൻ വിളിക്കും, അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അത് എന്ത് സബ്ജുഡീസായ മാറ്ററെങ്കിലും എനിക്കത് പ്രശ്നമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു അവിടെ ഒരു വീക്ക് കാൻഡിഡേറ്റിനെ വന്നിരിക്കുന്നു. അവിടെ ഒരു കൃത്യമായ ഇക്വേഷൻ അവർ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അൾട്ടിമേറ്റ്ലി പക്ഷേ അദ്ദേഹത്തിനോട് വേരോട്ടമുള്ള ആളാണ്. പക്ഷേ നിങ്ങൾ നോക്കുക, പുനലൂർ പോലുള്ള മണ്ഡലങ്ങൾ, ചടയമംഗലം അല്ലെങ്കിൽ ചാത്തന്നൂർ, ഈ കഴിഞ്ഞ പ്രാവശ്യം ജയിക്കുമ്പോൾ പോലും ഈ മണ്ഡലങ്ങളിൽ CPIM ലീഡ് ചെയ്ത മണ്ഡലങ്ങളാണ്. അതല്ലെങ്കിൽ കൊല്ലം, ചവറ, കുണ്ട്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അദ്ദേഹത്തിനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മൊത്തത്തിലൊരു പൊതുവികാരം ഒരു മൈനോറിറ്റി സെക്ടറിൽ കൃത്യമായി ഇദ്ദേഹം BJPയോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്ന് പ്രേമേന്ദ്രൻ തന്നെ വന്നിരിക്കുന്നത്. അത് പൊളിറ്റിക്കൽ ഇക്വേഷനകത്ത് വരുന്ന കാര്യമാണ്. പൊളിറ്റിക്സിൽ അദ്ദേഹം ചെയ്തതിനനുസരിച്ച് അടുത്ത വർഷം ഉയർത്തി കാണിച്ചിട്ടുണ്ടാകാം, ഉയർത്തി കാണിച്ചത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടാകും. പക്ഷേ എനിക്ക് അടിയുറച്ച വിശ്വാസം അവിടെ കൃത്യമായി ഒരു പോളറൈസേഷൻ ഇദ്ദേഹത്തിനെതിരെ നടന്നിട്ടുണ്ട്. അവിടെ തോറ്റുപോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇതൊന്നും പോളറൈസ് അല്ലെങ്കിൽ പോലും പാർട്ടിക്ക് അവിടെ മെഷീനറി കൊണ്ട് തോപ്പിക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ ചോദിക്കാം, എങ്ങനെയാണ് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ബേബി സഖാവിനെതിരെ ജയിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ വളരെ ആത്മാർത്ഥ, ബേബി സഖാവിനെ കുറിച്ച് എനിക്ക് എതിരഭിപ്രായം ഇല്ലാത്തതാണ്. പക്ഷേ ആ കാൻഡിഡേറ്റ്, ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് അവിടെ വന്നത് അവിടെ ഒരു ഒലച്ചിട്ടുണ്ടെന്നുള്ളതായിരുന്നു ഒരു സത്യം. കാര്യം അതൊരു നായർ പോളറൈസേഷൻ, SNDP പോളറൈസേഷനും യഥാർത്ഥത്തിൽ പ്രേമേന്ദ്രൻ അനുകൂലമായി വരികയും അങ്ങനെ ജയിച്ചതാണ്. സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സഖാവ് പിണറായി വിജയൻ പരനാറി എന്നുള്ള പ്രയോഗം നടത്തിയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അങ്ങനൊന്നുമല്ല. അതിനെക്കാട്ടിലൊക്കെ ഉപരി എനിക്ക് തോന്നിയത് അവിടെ ഒരു പോളറൈസേഷൻ, ലാൽകുമാർ സൂചിപ്പിക്കുന്നത് ഒരു പരാജയ ഭീതിയുടെ പ്രതിഫലനം തന്നെയാണ് പ്രേമചന്ദ്രന്റെ വാക്കുകളിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അതെ, കൊല്ലം തീർച്ചയായും ഇനി വളരെ നിർണായകമായ ഒരു പക്ഷേ ലാൽകുമാറിന് ഇടപെടാൻ കഴിയുന്ന ഒരു മണ്ഡലം പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. 2009, 14, 19 വോട്ട് ചെയ്ത ആ പോളിംഗ് ശതമാനം നോക്കാം. പത്തനംതിട്ടയിൽ 2009 74.19% വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. അത് 2014 പോകുമ്പോൾ 65.86% വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. 2019 എത്തുമ്പോൾ 73.37% വോട്ടർമാർ, അതായത് 2014 നിന്ന് വളരെ കുത്തനെയുള്ള ഒരു കയറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിലും 2016 17,796 വോട്ടിന് നിയോജക മണ്ഡലങ്ങളിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിയോജക മണ്ഡലം, പത്തനംതിട്ടയുടെ ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 17,796 വോട്ടിന് ലീഡ് ചെയ്യാൻ LDFന് കഴിഞ്ഞു. അതൊരു വലിയ സംഖ്യയല്ല, എങ്കിലും LDF അവിടെ ലീഡ് ചെയ്തു. ലാൽകുമാർ, അവിടെയാണ് ഈ മതവും വിശ്വാസവും ഒക്കെ കേരളത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഫോക്കസ് ചെയ്യപ്പെട്ട 2 മണ്ഡലങ്ങൾ. നമ്മൾ തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്, പത്തനംതിട്ടയിൽ അത് വ്യാപകമായി ഉണ്ടായി, ഒരു പക്ഷേ വേഷം ധരിക്കുന്നതിൽ പോലും. ലാൽകുമാർ, അല്ല, എനിക്ക് പത്തനംതിട്ട ഒരു അഭിമാന പോരാട്ടമാണ്. അത് നീ പറഞ്ഞല്ലോ, കൊല്ലം പോലെ തന്നെ, വടകര പോലെ തന്നെ അഭിമാന പോരാട്ടമായിട്ടുള്ള സ്ഥലം തന്നെയാണ് CPIMന്. അതിന് പാർട്ടി മെഷീനറി അതിശക്തമായി വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം തന്നെയാണ്. വീണ ജോർജ് അതിശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അത് നമ്മൾ കാണേണ്ട വേറൊരു കാര്യം, കോൺഗ്രസിൻ്റെ പ്രവർത്തനം അവിടെ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ മോശമായതുകൊണ്ടാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഫാക്ടർ അവിടെ കടന്നു വരുന്നതെന്നുള്ളതാണ് സത്യം. 10 ലക്ഷം 9 ലക്ഷമാണ് ഈ പ്രാവശ്യം 1 ലക്ഷം വോട്ടിനെങ്കിലും കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നത് മൈനോറിറ്റി അതിശക്തമായി പോളറൈസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. മൈനോറിറ്റി സുരേന്ദ്രൻ ജയിക്കും എന്നുള്ള ഒരു പിക്ചർ യഥാർത്ഥത്തിൽ അമിത്ഷായുടെ പ്രസൻസും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേന് മൈനോറിറ്റി ഭീതിയിലായിപ്പോയി. എന്നോട് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു, ഇദ്ദേഹം ജയിക്കുമോ, ഈ സുരേന്ദ്രനെ തോപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദിച്ച ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സുരേന്ദ്രൻ തോക്കുക എന്നുള്ള ഇക്വേഷനിലേക്ക് പത്തനംതിട്ട മാറിയിരുന്നു. ആര് ജയിക്കുക എന്നുള്ളതല്ല. നമ്മൾ പലപ്പോഴും ഇലക്ഷൻ അങ്ങനെയാണല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുക വടകര ജയിക്കാൻ പാടില്ല. വടകര എടുത്തു കഴിഞ്ഞാൽ ജയരാജൻ ജയിക്കണം എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അവിടുത്തെ പത്തനംതിട്ടയിലേക്ക് വരുമ്പം ഇവർ തോക്കണം, സുരേന്ദ്രൻ തോക്കണം എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് അവിടുത്തെ മൈനോറിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. പൊതുവെ 5 മണ്ഡലങ്ങൾ CPIMന്റെ കയ്യിലാണെങ്കിൽ പോലും കോൺഗ്രസിന് അനുകൂലമായിട്ട് സാഹചര്യങ്ങൾ അവിടെ ഉള്ളൊരു മണ്ഡലമാണ്. പക്ഷേ കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ മോശവും ആന്റണിയുടെ കഴിഞ്ഞ 10 വർഷത്തെ വളരെ മോശമായ പെർഫോമൻസ് അവിടെ കൃത്യമായി ബാധിച്ചിട്ടുണ്ട്. കാര്യം അദ്ദേഹം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ബോധവും അവിടെയുള്ള സാധാരണക്കാർ വോട്ടേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തൊട്ട് തന്നെ വീണ ജോർജ് അവിടെ ജയിക്കുമെന്നും വീണ ജോർജിന് അനുകൂലമായിട്ടൊരു സാഹചര്യം ഉയർന്നു വന്നൊരു മണ്ഡലമാണ് പത്തനംതിട്ട. നല്ല ശക്തമായ പോരാട്ടം നടന്നിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ
ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒപ്പീനിയൻ പോൾ വരികയും ഒരു അല്പം വീക്കാകുകയും ചെയ്തു. അത് കഴിഞ്ഞ് കൃത്യമായി ഒരു ഒപ്പീനിയൻ പോൾ വരികയും വീണ ജോർജിന്റെ അതിശക്തമായ വീണ്ടുമുള്ള പ്രചരണം അവരെ തിരിച്ച് റിവൈവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. അതിശക്തമായ ഒരു മത്സരം നടന്നിട്ടുണ്ട്. സുരേന്ദ്രൻ ഒരു 2-2.25 ലക്ഷം വോട്ട് പിടിക്കുകയാണെങ്കിൽ വീണ ജോർജ് ജയിക്കും എന്നുള്ളതാണ് എന്റെ ധാരണ. കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും. വീണ ജോർജ് ജയിക്കാനാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാധ്യത. പിന്നെ ഒരു കാര്യം വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് അല്ലെങ്കിൽ പോകുമ്പോൾ അത് എൽ.ഡി.എഫിന് ഒരു മേൽക്കൈ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് ആറ്റിങ്ങലുമായിട്ട് കണക്ട് ചെയ്ത് പറയേണ്ടതാണ്. ആറ്റിങ്ങലിലെ വോട്ട് ബി.ജെ.പിയുടേത് കോൺഗ്രസിലേക്ക് പോകുന്നത് പോലെ ഇവിടുത്തെ ബി.ജെ.പിയുടെ കോൺഗ്രസിന്റെ വോട്ട് ബി.ജെ.പിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരുപാട് പേര് കോൺഗ്രസ്സുകാർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തവരെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അങ്ങനെ അതും സത്യം പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ CPIM ഒരു പ്രയോജനമാണ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഒരു ടൈറ്റ് ത്രികോണ മത്സരം, ഒരു ഇടവേള ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. ഏതായാലും അതൊരു പുതിയ നിരീക്ഷണം കൂടിയാണ്. ആര് ജയിക്കാൻ പാടില്ല എന്ന് പത്തനംതിട്ടയിലെ ന്യൂനപക്ഷം ഒരു ഘട്ടത്തിൽ ചിന്തിച്ചു തുടങ്ങിയെന്നാണ്. അത് സുരേന്ദ്രന് വലിയ തിരിച്ചടി ഉണ്ടാകും, എല്ലാ പ്രതീക്ഷകളെയും അട്ടിമറിക്കുമെന്നൊരു പുതിയ നിരീക്ഷണമുണ്ട്. അത് പ്രസക്തമായ ഒരു നിരീക്ഷണം കൂടിയാണ് ഈ ഘട്ടത്തിൽ. ഏതായാലും ഇനി മാവേലിക്കര, ആലപ്പുഴ, അങ്ങനെ നമുക്ക് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുന്നു. 2009, 2014, 2019 ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള വോട്ടിംഗ് ശതമാനം പരിശോധിക്കപ്പെടുകയാണ്. അതിന്റെ കണക്കുകൾ നോക്കാം. മാവേലിക്കരയിലും ഒരു മികച്ച പോരാട്ടം തന്നെയാണ് നടന്നത് ഇത്തവണ. 2009 74.9% വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. 2014 എത്തുമ്പോൾ 70.56% വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 75.90% ഒരു പക്ഷേ ഈ ഒരു ചെറിയ കാലയളവിനുള്ളിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ നിന്നുള്ള നിയോജക മണ്ഡലങ്ങൾ 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള ആകെ വോട്ടിംഗ് ശതമാനം 71.36%. മാവേലിക്കരയിൽ 1,42,389 വോട്ടിന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിയോജക മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ LDF-ന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. 1,00,000-ൽ പരം വോട്ടുകൾക്കാണ് നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ LDF ലീഡ് നിലനിർത്തിയത്. ആ പ്രതിഫലനം മാവേലിക്കരയിൽ ഉണ്ടാകുമോ? എന്താണ് ലാൽകുമാർ ഒരു വിശകലനം? വളരെ രസകരമായ ഫൈറ്റ് നടക്കുന്ന പ്ലേസുകളിൽ ഒന്നാണ് മാവേലിക്കര. കാര്യം മാവേലിക്കരയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ കൗതുകകരമായ ഒരു കാര്യം പറഞ്ഞു. മാവേലിക്കര മത്സരം കൊടിക്കുന്നിൽ സുരേഷും ചിറ്റയം ഗോപകുമാറും തമ്മിലല്ല, ബാലകൃഷ്ണപിള്ളയും NSSന്റെ ജനറൽ സെക്രട്ടറിയും തമ്മിലാണെന്നുള്ളൊരു ഒബ്സർവേഷൻ നടത്തി. ക്ലാസിക് ഒബ്സർവേഷനാണ്. കാര്യം പത്തനാപുരം പോലെ മണ്ഡലം അല്ലെങ്കിൽ കൊട്ടാരക്കര, ഇത് രണ്ടും ബാലകൃഷ്ണപിള്ളയ്ക്കും മകനും അതിശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ്. അവിടെ കോൺഗ്രസിന് അനുകൂലമായി നിന്നിട്ടുള്ള സാഹചര്യമാണ് പലപ്പോഴും കണ്ടത്. നമ്മൾ പരമ്പരാഗതമായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2009 2014 മാവേലിക്കര എന്ന് പറയുന്ന നിയോജക മണ്ഡലം മാത്രമേ CPIM-ന് അതിശക്തമായി പാർലമെന്റ് ഇലക്ഷന് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഈ പ്രാവശ്യം രസകരമായ ഒരു കാര്യം നടക്കുന്നത് ചെങ്ങന്നൂർ നമ്മൾ പിടിച്ചെടുത്തു. ആ ചെങ്ങന്നൂരിന്റെ ഒരു മൊമെന്റം അവിടെ നിൽപ്പുണ്ട്. സജി ചെറിയാന്റെ അതിശക്തമായ ഒരു വർക്ക് അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഒന്നത്. 2, ഈ പറയുന്ന കൊട്ടാരക്കരയും പത്തനാപുരവും കൂടെ ചേർന്ന് പ്ലസ് മാവേലിക്കര ആൻഡ് ചെങ്ങന്നൂർ, ഇത് ഒരു ക്ലോസ് ഫൈറ്റ് അവിടെ തരുന്നുണ്ടെന്നുള്ളതാണ് സത്യം, ഒരു സംശയമില്ല. പിന്നെ ആന്റി ഇൻകംബൻസി അവിടെ ഉണ്ട്. അദ്ദേഹം 10 വർഷമായിട്ട് MP ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ പോയ മണ്ഡലമാണ്, പോയി ഒരുപാട് പേരോട് സംസാരിച്ചു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ള അത് പോക്കറ്റ്സിലായിരിക്കാം. ചിലപ്പം ഒരു 10 വർഷം നിൽക്കുന്ന ഒരു MP ഒന്നും ചെയ്തില്ല എന്നുള്ള വിശ്വാസം എനിക്കും ഇല്ല. അദ്ദേഹത്തിനെ കുറിച്ച് വലിയ അഴിമതി ആരോപണങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല. നെറ്റായിട്ട് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായ ഫൈറ്റ് നടക്കുന്നു. കാര്യം മാവേലിക്കര ഈസി ആയിട്ട് കോൺഗ്രസ് ജയിക്കില്ല. കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. അവിടെ ഈ പറയുന്നത് പോലെ ബാലകൃഷ്ണപിള്ളയുടെയും അദ്ദേഹത്തിന്റെ മകന്റെയും പിന്നെ ഒരു കാര്യം കൂടെ, ആ NSS എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ഇരിക്കുന്ന സ്ഥലം ഇതിനകത്താണ്. ആ ചങ്ങനാശ്ശേരി അവരൊരു പ്രസ്റ്റീജ് ഫൈറ്റ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പം നായർ പോളറൈസേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ചിറ്റയത്തിന് വേണ്ടിയിട്ട് നായർ ഒരു കരയോഗം നിൽക്കുമ്പോൾ ആ കരയോഗം പിരിച്ചു വരെ വിട്ട ഒരു സംഗതി അവർ അവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം ചിറ്റയത്തിനെതിരെ അതിശക്തമായി ഒരു നായർ വികാരം അവിടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ വിഷയങ്ങളുണ്ട്. അവിടെ ആരാണ് BJPയുടെ കാൻഡിഡേറ്റ്? BDJS ആണ്, കൊടവാണ്. അപ്പോൾ അതൊക്കെ വളരെ പ്ലാൻഡായിട്ട് നിർത്തിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു വോട്ടുമറിയൽ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഈ പറഞ്ഞതുപോലെ ബാലകൃഷ്ണപിള്ള വെസസ് NSSന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള ആ ഒരു കാര്യം, സുകുമാരൻ നായർ എന്നുള്ള ഒരു ഇക്വേഷൻ അവിടെ ഉള്ളിടത്തോളം കാലം പറയാൻ പറ്റില്ല. വർക്കൗട്ട് ആകുമോ ലാൽകുമാർ? അത് പ്രസക്തമായ ഒരു നിരീക്ഷണമാണ്.
അങ്ങനെ ഒരു ഫൈറ്റ് വന്നാൽ അതോടെ വർക്കൗട്ട് ആകുമോ? വർക്കൗട്ട് ആവാൻ സാധ്യതയുണ്ട്. പത്തനാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ വേരോട്ടമുള്ളതാണ്. അല്ല, ഇതൊരു അഭിമാന പ്രശ്നമായി ഇവർ രണ്ടുപേരും കണ്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണോ? അത് ഉറപ്പായിട്ടും അഭിമാന പ്രശ്നം തന്നെയാണ്. തീർച്ചയായും മാവേലിക്കര അപ്പോൾ ആർക്കും അത്ര എളുപ്പമല്ല എന്ന് തന്നെ പറഞ്ഞു വെക്കാം. വലിയ പ്രതിസന്ധി അവിടെ എല്ലാ മുന്നണികൾക്കും നേരിടേണ്ടി വരും. BJP അവിടെ ഫാക്ടറി അല്ല എന്നുകൂടിയാണ്. ശരി, ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ കണക്കുകൾ നോക്കാം. 2009, 14 ഇപ്പോൾ കഴിഞ്ഞ 2019 വരെയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആകെ പോൾ ചെയ്ത വോട്ടിംഗ് ശതമാനം പരിശോധിക്കുകയാണ്. 2009 80.09% വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. 2014 പോകുമ്പോൾ അത് 79.37% ആയി കുറയുന്നു. പിന്നെ 2019 എത്തുമ്പോൾ ഒരു പക്ഷേ ഈ സമീപകാലത്തെ വോട്ടിംഗ് പെർസെന്റേജിൽ 81.13 എന്ന ഉയർന്ന റെക്കോർഡിലേക്ക് അതിന്റെ പെർസെന്റേജ് മാറുകയാണ്. ഇവിടെയും ആലപ്പുഴയും നമ്മൾ പരിശോധിക്കുമ്പോൾ 1,29,895 വോട്ടിന്റെ ലീഡ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങൾക്കുള്ളിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ നിയോജക മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ LDF-ന് 1,29,000-ലധികം വരുന്ന ലീഡ് ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിനുള്ളിലെ നിയോജക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാനായിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. ലാൽകുമാർ, ആലപ്പുഴയും പോരാട്ടം ശക്തമായിരുന്നു എന്നൊന്നും പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരിഫ് ജയിക്കുമെന്ന നിലയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏകദേശം ആളുകളും വിലയിരുത്തിയത്. ലാൽകുമാർ എങ്ങനെ കാണുന്നു ഈ ഘട്ടത്തിൽ? ആരിഫ് ജയിക്കാനാണ് സാധ്യത. പക്ഷേ 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. ആദ്യം ആരിഫിന്റെ കാൻഡിഡേറ്റ്ഷിപ്പ് വന്നു കഴിഞ്ഞപ്പം KC വേണുഗോപാൽ പോലും പുറകോട്ട് പോയ ഒരാളാണ്. കാര്യം അത് മുസ്ലിം കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊന്നാണത്. മുസ്ലിംകൾക്ക് 3-4 ലക്ഷം വോട്ടെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്നത് ഒരു കോമ്പീറ്റന്റ് കാൻഡിഡേറ്റ് ആണ്. എല്ലാം എന്ന് പറയുന്നത് തെറ്റാണ്. പ്രത്യേകിച്ച് അടൂര്, ചേർത്തല ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആരിഫിന് നല്ല സ്ട്രോങ് ഹോൾഡ് സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു കരിസ്മാറ്റിക് ലീഡറാണ്, ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. പിന്നെ ആദ്യം തന്നെ വളരെ ശക്തമായ വിജയം ഉറപ്പിച്ചു എന്ന് കരുതിയേക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. KC വേണുഗോപാലിന്റെ പെർഫോമൻസ്, ഞാൻ അവിടെ പോയ മണ്ഡലമാണ്. KC വേണുഗോപാൽ അത്യാവശ്യം കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അദ്ദേഹത്തിനുള്ള സ്നേഹമൊക്കെ അവിടെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഒരു കൺസോൾട്ടേഷൻ ഇൻ ഫേവർ ഓഫ് ആരിഫ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ആരിഫ് ഇന്ന് രാവിലെ കൂടെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൂചന ഈ കോൺഗ്രസ്, അതായത് BJP ക്യാമ്പുകളൊക്കെ ഉറങ്ങിയ മട്ടായിരുന്നു ആലപ്പുഴയിൽ എന്നാണ്. കോൺഗ്രസിൽ നിന്ന് ഹോൾസെയിലായോ റീറ്റെയിലായോ കച്ചവടം നടന്നതായി തന്നെ ഉറപ്പിച്ചു പറയുന്നു. പക്ഷെ ഇപ്പോൾ തനിക്ക് വ്യക്തമാക്കാൻ കഴിയുന്നില്ല എന്നും പറയുന്നു. അത് ആർക്ക് ഗുണം ചെയ്യും ലാൽകുമാർ, അങ്ങനെ ഒരു സംഭവം ആരിഫ് സംശയിക്കുന്നത് പോലെ നടന്നിട്ടുണ്ടെങ്കിൽ? അല്ല, BJPയുടെ വോട്ട് കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് സംശയം? അത് കോൺഗ്രസിനാണ് പ്രയോജനം ചെയ്യുന്നതെന്ന്. നമ്മൾ പണ്ട് നിയമം രമേശ് ചെന്നിത്തല പാക്കേജ് നമ്മൾ കണ്ടതാണ് ഒരു പരിധിവരെ. കാര്യം നിയമത്തെ എത്രയാണ് വോട്ട് കിട്ടിയെന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഒരുപാട് പറഞ്ഞ് തഴമ്പിച്ചതാണ്. ഇപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വടകരയിൽ പോലും കോലീബി സഖ്യം ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഉറപ്പായിട്ടും BJPക്ക് ഒരു നിർണായകമായ പങ്ക് വഹിക്കും. ഇപ്പം കുട്ടനാട് മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ BDJS-ന് അതിശക്തമായ വേരോട്ടമുള്ള സ്ഥലങ്ങളായിരുന്നു. അവർ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മൾ ഗോവിന്ദമാസ്റ്റർ പോലുള്ള ആൾക്കാരാണ് അവിടെ പോയി നിന്ന് അതിശക്തമായി പ്രചരണം. എനിക്ക് സത്യം പറഞ്ഞാൽ ആലപ്പുഴയിലുള്ള എൻ്റെ ആരിഫിലുള്ള വിശ്വാസത്തിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ വിശ്വാസം ഗോവിന്ദമാസ്റ്ററിലാണ്. ഗോവിന്ദമാസ്റ്റർ ഹീസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് ക്യാമ്പയിനർ. അത് ഒരു സംശയമില്ല കാര്യത്തിൽ. ചെങ്ങന്നൂർ അദ്ദേഹമായിരുന്നു ക്യാമ്പയിനർ. ആലപ്പുഴ പണ്ട് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. എല്ലാം ജയിച്ചു. അപ്പം ഗോവിന്ദമാസ്റ്ററുമായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു ഗോവിന്ദമാസ്റ്റർ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അത് എങ്ങനെയും പിടിച്ചുകൊണ്ട് CPM-ന് വരും എന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. ശരി, നമുക്കൊരു ഇടവേള കൂടി ഘട്ടത്തിൽ അനിവാര്യമാണ്. 20 മണ്ഡലങ്ങളിലെയും ഒരു പൊതു സ്വഭാവം, കാരണം ഇത്ര സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഒരു കണക്കുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ 20 മണ്ഡലങ്ങളിലെയും ഒരു സ്വാഭാവികമായ പരിശോധന കൂടി ഘട്ടത്തിൽ നടത്തുന്നത്. കണക്കുകൾ കൂട്ടിക്കിടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ചിത്രങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കടന്നു പോകുന്നത്. ഇനി നമുക്ക് മലബാറിൽ നിന്ന് താഴേക്ക് വരാം. കാസർഗോഡിന്റെ ഒരു സ്വഭാവത്തിലേക്ക് പോവുകയാണ്. കാസർഗോഡ് നമുക്കറിയാം, KP സതീഷ് ചന്ദ്രൻ നേരത്തെ അവിടെ CPM-ന്റെ മികച്ച നേതൃത്വമായി ജില്ലാ സെക്രട്ടറി ഒക്കെ ആയി പ്രവർത്തിച്ച ആളാണ്. അവിടെ UDF-ന് സ്ഥാനാർത്ഥി ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ വലിയ നിലയിലുള്ള പ്രതിഷേധം, കോൺഗ്രസ്സുകാർ തന്നെ കാറൊക്കെ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നെ രവീശ തന്ത്രിക്കുണ്ടാറിനെ സംബന്ധിച്ച് മത്സരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നതായി നിഷ്പക്ഷമായി പറയുകയും വയ്യ. പക്ഷേ നമുക്ക് അതിന്റെ കണക്കുകൾ കൂടി ഈ ഘട്ടത്തിലേക്ക് നോക്കാം എന്ന് കരുതുന്നു. 2004, 2009, 2019 കണക്കുകൾ പരിശോധിക്കാം. ലാൽ, എന്തായാലും ആ കണക്കുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് കാസർഗോഡ് വടക്കൻ മലബാർ ആകുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഈ ഇലക്ഷന് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കൃത്യമായി ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ നടന്ന മണ്ഡലങ്ങൾ ഒരുപക്ഷെ വടക്കൻ മലബാറിൽ തന്നെ ആകുമെന്ന് സുവ്യക്തമായി പറയാനും കഴിയും. ചിത്രം വ്യക്തമാണ് എന്നതുപോലെ. ലാൽകുമാർ, ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം,
കാസർഗോഡ് മണ്ഡലം വളരെ ടൈറ്റാണ് എന്നുള്ളൊരു തോന്നൽ പൊതുവേ ഈ ഒപ്പീനിയൻ പോളുകൾക്കെല്ലാം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. കാര്യം കാസർഗോഡ്, പ്രത്യേകിച്ച് തൃക്കരിപ്പൂർ പോലുള്ള സ്ഥലം, തൃക്കരിപ്പൂർ, കല്യാശ്ശേരി എന്നീ സ്ഥലങ്ങളൊക്കെ വളരെ ശക്തമായ CPIM മണ്ഡലങ്ങളാണ്. അത് ഇടത്ത് കോട്ടകളാണ്. അതിനെ കവർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന് അത്ര എളുപ്പം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അതായത് ആ വോട്ടുകൾ മാത്രം മതിയാകും സതീഷ് ചന്ദ്ര ജയിക്കാൻ എന്ന നിലയിലാണ്. അങ്ങനെ ആണെങ്കിൽ പോലും അതിനകത്തൊരു ചെറിയ റിസർവേഷൻ എനിക്കുണ്ട്. പ്രത്യേകിച്ച് മഞ്ചേശ്വരം, കാസർഗോഡ് എന്ന് പറയുന്ന 2 മണ്ഡലങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനും CPIM 3-ാം സ്ഥാനത്ത് പോയ ഒരു സാഹചര്യമുണ്ട്. ആ 3-ാം സ്ഥാനത്ത് പോകുന്നതിനെ കവർ ചെയ്യാൻ ഈ മണ്ഡലം കൊണ്ട് കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാനുണ്ടായ സാധ്യത. ശരി, നമുക്ക് ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഈ കണക്കിലേക്ക് ഒന്ന് പോകാം. 2004, 2016 അതിനുശേഷമുള്ള 2009, 14, 19. 2009 80.57% വോട്ടർമാരാണ് അവിടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത്. 2014 76.15% വോട്ടർമാർ അവിടെ സമ്മതിദാന അവകാശം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തി. 2019 78.97% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്ന നിലയിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു പ്രതികരണം വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി. 2016 ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78.49% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങൾ 7 നിയോജക മണ്ഡലങ്ങളിൽ 2016 ലീഡ് ചെയ്തത് LDF ആണ്. 72,539 വോട്ടാണ് അവിടെ LDFന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. അതും ഒരു വലിയ ഫാക്ടറായി കാണുന്നില്ല ലാൽകുമാർ. ഏതായാലും ലാൽകുമാർ പറയും, മഞ്ചേശ്വരം അടക്കമുള്ള ചില സംശയങ്ങൾ, ചില നെഗറ്റീവ് ഫാക്ടറുകൾ താങ്കൾ LDFന് മുന്നിൽ വച്ചല്ലോ കാസർഗോഡ്. തീർച്ചയായിട്ടും. കാര്യം അവിടെ മഞ്ചേശ്വരവും കാസർഗോഡും എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് ഏതാണ്ട് വ്യക്തമാണ്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. സതീഷ് ചന്ദ്രനെ അതിശക്തമായ ജനപിന്തുണയുള്ള ഒരാളാണ്. അദ്ദേഹം ജനങ്ങളുടെ ഇടയ്ക്ക് ജീവിക്കുന്ന ഒരാളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഉണ്ണിത്താൻ ഫാക്ടർ ഒരു വലിയ ഫാക്ടറാണ്. കാര്യം ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിത്താന് ഒരു സംഘപരിവാർ പരിവേഷമുള്ള ഒരു മനുഷ്യനാണ്. എന്നെ ആകെ മൊത്തം പറഞ്ഞാൽ ഒരു കളി അറിയാവുന്ന ആൾ എന്ന് അദ്ദേഹത്തിന് ഇവിടെ ഒന്നും സീറ്റ് കിട്ടാതെ കാസർഗോഡ് പിടിച്ചു മേടിച്ചതാണെന്നുള്ള ഒരു ആക്ഷേപം മൊത്തത്തിലുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം BJPയിലേക്ക് പോകുമോ, ഞാൻ അങ്ങനെ ഒരു അലിഗേഷൻ വെക്കുന്നില്ല, പക്ഷെ അങ്ങനെ പോകുമോ എന്നുള്ള ഒരു നിരീക്ഷണം പലരും നടത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്. കാര്യം അദ്ദേഹത്തിന് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കാസർഗോഡെങ്കിൽ കാസർഗോഡ് എന്ന് പറഞ്ഞ് കൊടുത്തതാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് അവിടുത്തെ കാസർഗോഡുള്ള നിവാസികൾക്ക് അത്ര താല്പര്യം വന്നിട്ടില്ല. ഒരു ഒറ്റ വാക്കിൽ, സമയപരിമിതി കൂടി ഉണ്ട് ലാൽകുമാർ, എങ്ങനെ കാസർഗോഡിനെ ഒരു ഒറ്റ വാക്കിൽ പറയാം ഒരു സാധ്യത? KP സതീഷ് ചന്ദ്രൻ സാധ്യത കൽപ്പിക്കുന്നതാണ്. ശരി, ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂർ, വടകര, അങ്ങനെ നമുക്ക് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ കണ്ണൂരിലേക്ക് വരികയാണ്. കണ്ണൂരിൽ വലിയ പോരാട്ടം നടന്നു. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരു ലോക്സഭാ മണ്ഡലം. PK ശ്രീമതി, CK പത്മനാഭൻ, K സുധാകരൻ. ലാൽകുമാർ എങ്ങനെ കാണുന്നു? കണക്കുകൾ ഇതാണ്. 2009 83.5% വോട്ടർമാർ അവിടെ പോളിംഗ് രേഖപ്പെടുത്തി, അല്ലെങ്കിൽ വോട്ടവകാശം രേഖപ്പെടുത്തി. 2014 80.95 അത് ഉയർന്നു. 2019 80.89 എത്തി നിൽക്കുന്നു അവിടുത്തെ വോട്ടിംഗ് ശതമാനം. അവിടെയും കണ്ണൂരിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പെർസെന്റേജ് കൂടിയുണ്ട്. അവിടെ 81.33% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. ഏകദേശം 1,100,100 ആ ഒരു സംതിങ്ങിലാണ് അവിടുത്തെ ഒരു LDFന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. എങ്ങനെ കാണുന്നു ലാൽകുമാർ? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കോട്ടകളാണ്. ഒരു കോൺഗ്രസ് കോട്ടയും മറ്റേത് ഇടത്ത് കോട്ടയും. ഇരിക്കൂർ, പേരാവൂർ അല്ലെങ്കിൽ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലങ്ങൾ കോൺഗ്രസിനും, അല്ല കണ്ണൂർ പോലുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ഉണ്ട്. പക്ഷേ കണ്ണൂരൊക്കെ ഇപ്പോൾ LDF ആണ് ഹോൾഡ് ചെയ്യുന്ന സീറ്റെങ്കിൽ പോലും ഇപ്പുറത്ത് തളിപ്പറമ്പ്, മട്ടന്നൂര്, ധർമ്മടം, മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് ധർമ്മടം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ 2 കോട്ടകൾ തമ്മിൽ. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും റിയൽ ടൈം ഫോർ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. അതിശക്തമായ പോരാട്ടമാണ്, ഒരു സംശയമില്ല. ഉറപ്പായിട്ട് 50-50 ആണ്. അതിന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയാത്ത സാഹചര്യം. വടകരയിലേക്ക് പോകാം. വടകര ഒരു പൊതുചിത്രം. നമുക്ക് ഏതായാലും കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയാണ് ലാൽകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന. ഒരു 50-50 ചാൻസ് ആണ് കണ്ണൂരിലൊക്കെ അദ്ദേഹം കാണുന്നത്. ഏതായാലും ജനവിധി എന്താണെന്ന് അറിയാൻ ഒരു മാസം കാത്തിരിക്കേണ്ടി വരുമ്പോഴാണ് ഏറ്റവും പുതിയ ചിത്രം നമ്മൾ പരിശോധിക്കുന്നത്. വടകരയിൽ 2009 82.48% വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി. 2014 80.40% വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി. 2019 81.84%. ഒരു താരതമ്യേന മികച്ച പോളിംഗ് ശതമാനം തന്നെയാണ്. ഇനി 2016 ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ആകെ 81.24% വോട്ടർമാരാണ് അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. ഏകദേശം 76,993 വോട്ടിനാണ് നിയോജക മണ്ഡലങ്ങളിൽ വടകരയിൽ 2016 നിയമസഭാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ LDF ലീഡ് ചെയ്തിട്ടുള്ളത്.
വടകരയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു അല്പസമയം താങ്കൾ കൂടുതൽ എടുക്കാം വടകരയിൽ. കാരണം ഒരു ചാഞ്ചാട്ടം തന്നെയായിരുന്നു. UDF സ്ഥാനാർത്ഥിയെ കിട്ടാനില്ലാതെ ഞെട്ടോട്ടം ഓടുകയായിരുന്നു. ഇതൊന്നും പോരാ, ഇത് പോരാ, ഇത് പോരാ എന്നായിരുന്നു. അങ്ങനെ തീരുമാനിക്കപ്പെട്ട ആളുകളാണെങ്കിൽ തങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞു ഓടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി വടകരയിൽ. CPIM സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന പോരാട്ടമായി നേരത്തെ തന്നെ കരുതിയ വീരേന്ദ്രകുമാറിനെ ഇപ്പുറത്തെ LDF-ലേക്ക് കൊണ്ടുവരുന്നത് തന്നെ വടകര ഉന്നമിച്ച് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം വടകര അത്രയും പ്രസ്റ്റീജായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഷംസീർ തോറ്റത് 3306 വോട്ടിനാണ്. അപ്പോഴും അദ്ദേഹം ലീഡ് ചെയ്യുന്ന 2 മണ്ഡലങ്ങളേ ഉള്ളൂ. അത് തലശ്ശേരിയും കൂത്തുപറമ്പും മാത്രമാണ്. ബാക്കിയുള്ള 5 മണ്ഡലങ്ങളും അപ്പുറത്ത് ലീഡ് ചെയ്തിട്ട് പോലും 3306 വോട്ടിന് മാത്രമാണ് അവർ തോറ്റത്. ഈ പ്രാവശ്യം എൻ്റെ അടിയുറച്ച വിശ്വാസം പേരാമ്പ്ര ഒരു TP രാമകൃഷ്ണൻ ഇഫക്റ്റ് വന്ന് ഇപ്പുറത്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിനൊക്കെ ഉപരി വളരെ ശക്തമായ വീരേന്ദ്രകുമാർ ഫാക്ടർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വടകര മണ്ഡലത്തിൽ തന്നെ. അപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ വോട്ട് കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ടുള്ള വാക്ക് ഓവർ ആകാൻ സാധ്യതയുണ്ട് LDF-ന്. പക്ഷേ അതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് കാണേണ്ടത് എങ്ങനെയാണ് ന്യൂനപക്ഷ കൺസൾട്ടേഷൻ അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ അറിയണം. രാഹുൽ ഗാന്ധി ഫാക്ടർ വർക്കാവുമോ? കാര്യം മലബാറാണ്, അത് വയനാട്ടിൻ്റെ ഇൻഫ്ലുവൻസ് വടകരയെ വരുമോ? ബോർഡർ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ എങ്ങനെ വരുമോ എന്ന് നമ്മൾ നോക്കിയിരുന്നു കാണുന്നത്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഏറ്റവും അഭിമാന പോരാട്ടമായിട്ട് പാർട്ടിയുടെ മെഷീനറി വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പാർട്ടി സാധാരണ ജയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനൊരു ജയരാജനെ സംബന്ധിച്ചിടത്തോളം ജയരാജൻ ജയിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു ആവശ്യമായി മാറി. പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന്, ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു മന്ത്രിയേക്കാളൊക്കെ മേളിലാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരാളാണ്. നിരീക്ഷണം വ്യക്തമാണ്. ഏതായാലും ഒരു ഇടവേള കൂടി ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. ഏതായാലും വടകരയിൽ ഒരു പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണ് CPIM-ന്റെ ഒരു കേരളത്തിന്റെ തന്നെ അഭിമാന ചിത്രമോ അല്ലെങ്കിൽ അതിന്റെ ഒരു സിംബലോ ആയി കാണിക്കാൻ ഒരു പക്ഷേ ദേശീയ ശ്രദ്ധ തന്നെ P ജയരാജനുണ്ട്. അവിടെ P ജയരാജൻ ജയിക്കാതെ മറ്റ് വഴികൾ CPIM-ന് ഓപ്ഷൻ ഇല്ല എന്ന നിരീക്ഷണം. അതുകൊണ്ട് തന്നെ ആ നിലയിൽ കാണാം. ചില നെഗറ്റീവ് ഫാക്ടറുകളും താങ്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതായാലും ഇനി വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ 3 നിർണായകമായ മണ്ഡലങ്ങൾ, നമ്മുടെ സമയപരിമിതി കൂടിയുണ്ട്. എന്തായാലും പ്രസക്തമാണ് ഈ മണ്ഡലങ്ങൾ. ആ മണ്ഡലത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകാം. 2009, 14 ആ കണക്കുകളിലേക്ക്. 2009 80.31%, 2014 74.71%, 2019 78.83% വോട്ടർമാർ അവിടെ വോട്ട് രേഖപ്പെടുത്തി. ഇതാണ് അതിൻ്റെ ഒരു ചിത്രം. ലാൽകുമാർ, വയനാട് ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് കോഴിക്കോട്, മലപ്പുറത്തേക്ക് പോകും. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന 2 മണ്ഡലങ്ങളിൽ CPIM കഴിഞ്ഞ പ്രാവശ്യം ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു 2014. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെ ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതും കയ്യിൽ നിന്ന് പുറകോട്ട് പോകാനാണ് സാധ്യത. രാഹുൽ ഗാന്ധിയുടെ ഇഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് നമ്മളൊരു മൂടത്തരമായിട്ട് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാം, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് CPI-യുടെ കാൻഡിഡേറ്റ് ആണെങ്കിലും അവിടുത്തെ പ്രചരണം CPIM ഏറ്റെടുത്തു എന്ന് പറയുന്നത് രാജ്യത്ത് ആകമാനം കൊടുക്കുന്ന ഒരു മാതൃകയാണ്. ജനാധിപത്യത്തിൽ ഏത് വലിയ പുള്ളി വന്നു നിന്നാലും നമ്മൾ എതിർക്കും എന്നൊരു ശക്തമായ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയും. വ്യക്തമാണ്. അതായത് CPIM എടുത്തൊരു നിലപാട് അവിടെ കൃത്യമായി രാഷ്ട്രീയമായി പോരാട്ടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധി ഇഫക്റ്റ് വലിയ നിലയിലുണ്ട് എന്ന് തന്നെ ലാൽകുമാർ പറയുന്നുണ്ട്. ശരി, നമുക്ക് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് 2009 81.47% വോട്ടർമാർ അവരുടെ വോട്ട് രേഖപ്പെടുത്തി. 2014 അത് കുറയുന്നു, 75.65% അത് 2019 81.36% ഉയർന്നിട്ടുമുണ്ട്. കോഴിക്കോട് എങ്ങനെ കാണുന്നു ലാൽകുമാർ? ഏതായാലും കോഴിക്കോട് നമുക്കറിയാം LDF-ന് നിയോജക മണ്ഡലങ്ങളിൽ ലീഡ് ഉണ്ടായിരുന്നു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ. പക്ഷേ ഇപ്പോൾ MK രാഘവന്റെ ഒരു കോഴ ഒക്കെ അവിടെ ബാധിച്ചിട്ടുണ്ടോ? പ്രദീപ് കുമാർ ഒരു പൊതു സ്വീകാര്യനായ വ്യക്തി കൂടിയാണ്. ലാൽകുമാർ, രാഘവേട്ടൻ 2009 ജയിക്കുമ്പോൾ 838 വോട്ടിനാണ് ജയിച്ചത്. പിന്നീട് അദ്ദേഹം ഭൂരിപക്ഷം കൂട്ടുകയാണ് ചെയ്തത്. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്ന പോലത്തെ ഫാക്ടേഴ്സ് വന്ന് കയറിയിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിനെതിരെ ഒരു കറപ്ഷൻ ചാർജ് വരുന്നു. കറപ്ഷൻ എനിക്ക് തോന്നുന്നു മലയാളികൾ പെട്ടെന്ന് അങ്ങനെ സഹിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, പ്രദീപ് കുമാർ എന്ന് പറയുന്ന ഒരു ഗ്ലാമർ കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിന് കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലത്തിനുള്ള പ്രത്യേകിച്ചുള്ള ഒരു ഇൻഫ്ലുവൻസ് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് രണ്ടും കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസ് ലീഡ് ചെയ്ത സ്ഥലങ്ങളാണ്. അത് തിരിച്ചു പിടിക്കാൻ പറ്റിയാൽ ഒരു ശക്തമായ ഫൈറ്റ് അവിടെ നടക്കും. ശക്തമായ ഫൈറ്റ് തന്നെയാണ്. കറപ്ഷൻ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ടോ? ഞാനൊരു 55-45 ചാൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. 55 പ്രദീപ് കുമാർ തന്നെ ഞാൻ കൊടുക്കും. തീർച്ചയായും. അതായത് ഒരു പൊതു സ്വീകാര്യത കൂടി പ്രദീപ് കുമാർ മണ്ഡലത്തിൽ ഉള്ളതിന്റെ ഒരു പ്രത്യേകത ആയിരിക്കണം ലാൽകുമാറിനെ അങ്ങനെ നിരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചത്. അതായത് മലപ്പുറത്തേക്ക് കൂടി പോവുകയാണ്. മലപ്പുറത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ നിലയിൽ, അതായത് 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്ത ഒരു നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. അവിടുത്തെ കണക്ക് ഇങ്ങനെയാണ്. 2009 75.43% വോട്ടർമാർ അവരുടെ വോട്ട് രേഖപ്പെടുത്തി. 2014 76.68% വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചു. 2019 74.98%. അതായത് മലപ്പുറത്തിന്റെ ഒരു താരതമ്യേന ചിത്രത്തിൽ വളരെ കുറവാണ് ഈ പോളിംഗ് ശതമാനം എന്ന് തോന്നുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് തീർച്ചയായും UDF തന്നെയാണ്
നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ലീഡ് ചെയ്തത്. ലാൽകുമാർ, സംശയങ്ങളില്ലാതെ ഒരു പക്ഷേ വളരെ വേഗം മലപ്പുറം പറഞ്ഞ് നമുക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു. മലപ്പുറം ഉറപ്പായിട്ടും അടിയുറച്ച UDF ഉണ്ട്, IUML മണ്ഡലം തന്നെയാണ്. അത് അവരവിടെ ജയിക്കും എന്നുള്ളതാണ് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പക്ഷെ എന്നാലും അതും പൊന്നാനിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിക്കണം എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിന് വേണ്ടി ഒരു വലിയ പിടി അവിടെ നടന്നു അവരുടെ ഉള്ളിൽ നിന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സേഫ് മണ്ഡലം തന്നെയാണ്. അതിശക്തമായ ഭൂരിപക്ഷത്തിൽ മേ ബി ഒരു ഫൈറ്റ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു ഫൈറ്റ് ഇപ്പുറത്തേക്ക് കൊടുക്കാൻ കഴിയുമെന്ന്. വളരെ ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ജയിക്കും എന്നുള്ളതാണ് സത്യം. ഒരു ഫൈറ്റ് പോലും ഉണ്ടായിട്ടില്ല എന്ന നിരീക്ഷണത്തിലേക്ക് എത്തുന്നു. ഫൈറ്റ് അല്ല, മുസ്ലിം പോളറൈസേഷൻ അവിടെ കൃത്യമായി വന്നു. കാര്യം ആ പോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതാ പറഞ്ഞു, പോളറൈസേഷൻ ഇസ് ആക്ച്വലി കൈൻഡ് എ കമ്മ്യൂണലിസം. ആ കമ്മ്യൂണലിസം എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സെക്യുലറിസം വെച്ച് പറ്റില്ല, എത്ര ആശയം വലിയ പറഞ്ഞാലും. വളരെ വ്യക്തമാണ് ലാൽകുമാർ ആ നിരീക്ഷണം. ഏതായാലും കുഞ്ഞാലിക്കുട്ടി തന്നെ അവിടെ ജയിച്ചു കയറാനുള്ള സാധ്യത, അതിന്റെ കാരണവും വളരെ വ്യക്തമായി താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി പൊന്നാനി, പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് പരിശോധിക്കേണ്ടി വരും. സമയപരിമിതി കൂടിയുണ്ട്. പൊന്നാനിയിൽ 2009 74.96% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 2014 73.51% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ 2019 76.25% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ 73.84% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പൊന്നാനി ഈ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ UDF ലീഡ് ചെയ്ത മണ്ഡലമാണ്. ഇനി നമുക്ക് പാലക്കാട് കൂടി ഒന്ന് കണക്ക് നോക്കാം. പാലക്കാടാണെങ്കിൽ 2009 77.67% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 2014 73.51% വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി. 2019 77.32% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. പാലക്കാട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73.84% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നു. അവിടെ LDF ആണ് പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ലീഡ് ചെയ്തത്. ആലത്തൂരിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ LDFന്റെ കോട്ടയാണ് എന്ന് പറയുന്നു. UDFന് ചില പ്രതീക്ഷകൾ ഉണ്ട് എന്ന് അവർ വലിയ നിലയിൽ പ്രചരണം നടത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ. നോക്കാം. 2009 80.33% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 2014 75.28% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 2019 79.41% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 2016 76.41 എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആലത്തൂരിൽ ഏകദേശം 9,000-ലധികം വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്ത ഒരു ലോക്സഭാ മണ്ഡലം, അതായത് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ. ഏതായാലും ലാൽകുമാർ, രമ്യ ഹരിദാസിനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല, രമ്യ ഒരു ആദ്യ ദിവസങ്ങളിലൊരു ഫേസ്ബുക്ക് ഫൈറ്റ് നടത്തിയെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഗ്രൗണ്ട് ലെവലിൽ അത് ബാധിക്കുമെന്ന്. കാര്യം ഫേസ്ബുക്ക് ഫൈറ്റ് നടത്തിയപ്പോൾ തന്നെ CPI മെഷീനറി അവിടെ ശക്തമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഉറപ്പായിട്ടും ബിജു ആയിരിക്കും ജയിക്കാൻ പോവുക. അതിനകത്ത് എനിക്ക് വലിയ സംശയമില്ല. കാര്യം പാർട്ടി മെഷീനറി വളരെ അധികമുള്ള. പാലക്കാടേക്ക് പോവുകയാണെങ്കിലും ലാൽകുമാർ, പാലക്കാടും വൺ സൈഡഡ് ഗെയിമാണ്. അവിടെ പ്രത്യേകിച്ച് ഫൈറ്റ് ഇല്ലാതെ തന്നെ ഒരു പെർഫോമൻസ് ബേസ്ഡ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളൊന്നും പറയാനില്ലാത്ത രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. പാലക്കാട് CPI മാത്രമേ ജയിക്കുള്ളൂ. പൊന്നാനിയിലേക്ക് വന്നാൽ പൊന്നാനിയിൽ സംശയിക്കേണ്ട കാര്യമില്ല, അവിടെ മുസ്ലിം ലീഗ് തന്നെ ജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എന്നാലും ഒരു ഫാക്ടർ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. 2009 തൃത്താല മാത്രമായിരുന്നു CPIM അവിടെ ജയിച്ചിരുന്നെങ്കിൽ ഈ പ്രാവശ്യം പൊന്നാനിയും 2014 പൊന്നാനിയും തവനൂരും അവർക്ക് പിടിക്കാൻ പറ്റി. 1-1 3 പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ലീഗിന്റെ കോട്ട എന്ന് കരുതുന്ന പൊന്നാനി യഥാർത്ഥത്തിൽ കോട്ടയല്ലാതായി മാറി. ഇപ്പം കിട്ടിയില്ലെങ്കിലും അടുത്ത ഇലക്ഷനോടുകൂടി മിക്കവാറും പൊന്നാനി നമ്മുടെ ഇപ്പുറത്തെ പാളയത്തിലേക്ക് വരാനുള്ള വേണ്ടി ആ കോട്ടയുടെ പാച്ചപ്പിന് വേണ്ടിയിട്ടായിരിക്കും SDPIയും ഒക്കെ ആയി ഒരു പക്ഷേ ഹോട്ടലിൽ തന്നെ ഒരു സംവാദത്തിന് അവർ തയ്യാറായി, അല്ലെങ്കിൽ ചർച്ചയ്ക്കൊക്കെ തയ്യാറാവുന്ന കാര്യത്തിലേക്ക് അവർ പോയത്. ഇനി മധ്യ കേരളത്തിലെ 5 ജില്ലകൾ തൃശൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം മണ്ഡലങ്ങൾ വരെ, അതായത് തൃശൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം മണ്ഡലങ്ങളുടെ ഒരു പൊതു ചിത്രം നമുക്ക് നോക്കാം. അതിന്റെ വോട്ടിംഗ് ശതമാനം എങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന്. ആദ്യം തൃശൂരാണ്. തൃശൂരിൽ 2009 77.86% വോട്ടർമാർ അവരുടെ അവകാശം, അധികാരം വോട്ടായി രേഖപ്പെടുത്തി. 2014 അത് 69.43% കുറയുന്നു. 2019 76.48 2014 താരതമ്യേന മികച്ച ഒരു ഉയർച്ച ഉണ്ടാകുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 72.17% വോട്ടർമാർ അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂരിൽ LDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ്. ചാലക്കുടിയിലേക്ക് കൂടി പോകാം. ചാലക്കുടിയിൽ 2009 80.44% വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. 2014 73.63%. പിന്നെ 2019 81.70%. ഈ സമീപ കാലയളവിൽ ഒരു മികച്ച പോളിംഗിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നു ചാലക്കുടിയിൽ. ചാലക്കുടിയും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ശതമാന കണക്ക് കൂടിയാണ് കാണിച്ചത്. ചാലക്കുടിയിൽ UDF ആണ് ലീഡ് ചെയ്തത് എന്ന ഒരു വസ്തുത കൂടി
ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോഴുണ്ട്. എറണാകുളം കൂടി നോക്കാം. എറണാകുളത്ത് 2009 77.54% വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി. 2014 72.78% വോട്ടർമാർ വോട്ട് ചെയ്തു. 2019 77.16% വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 2016 ഒരു നിയമസഭാ ചിത്രത്തിന്റെ കണക്ക് കൂടി, ഒരു ശതമാനം കൂടി നോക്കുമ്പോൾ അവിടെയും UDF ലീഡ് ചെയ്യാൻ കഴിഞ്ഞൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇനി ഇടുക്കി കൂടി നോക്കാം. ഇടുക്കിയുടെ ഒരു പൊതുചിത്രം നോക്കുമ്പോൾ 2009 76.26% വോട്ടർമാർ 2009 അവിടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2014 73.89%, അത് വീണ്ടും 2019 വരുമ്പോൾ 75.40% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താരതമ്യേന ഒരു മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കുമ്പോൾ അവിടെ UDF നിയോജക മണ്ഡലങ്ങൾ ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. കോട്ടയം കൂടി നോക്കാം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 2009 75.29% വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി. അവിടെ 2014 അത് 73 സംതിങ് ആയി, അത് കുറയുന്നു ശതമാനം. 2019 ഒരു മികച്ച, സമീപകാലത്ത് ഒരു മികച്ച പോളിംഗ് കുതിപ്പിലേക്ക് 2019 കോട്ടയം മാറുന്നുണ്ട്. കോട്ടയത്ത് തീർച്ചയായും നമുക്ക് സംശയങ്ങളില്ല, UDF തന്നെയാണ് അവിടെ 2016 നിയമസഭാ കണക്കുകൾ അനുസരിച്ച്, അതായത് നിയോജക മണ്ഡലങ്ങൾ ലീഡ് ചെയ്യാൻ UDF കഴിഞ്ഞത്. ഈ ഒരു തരംഗമായി മധ്യ കേരളത്തിന്റെ ഒരു ചിത്രത്തിനെ അവതരിപ്പിക്കാൻ കേരളത്തിൽ പരിശോധിക്കാൻ വേണ്ടി കഴിയുമോ ലാൽകുമാർ? തൃശ്ശൂർ ഒരു പോളറൈസേഷൻ നടക്കുകയും ഒരു സുരേഷ് ഗോപിയുടെ ഒരു വരവ്, സുരേഷ് ഗോപി ഉറപ്പായിട്ട് വോട്ട് പിടിക്കും. ആ വരവ് രാജാജി മാത്യൂസിനെ ജയിപ്പിക്കും. ഒരു ക്രിസ്ത്യൻ പോളറൈസേഷൻ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഗസ്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ അത്ര കോൺഫിഡൻ്റ് അല്ല ഞാൻ. കോട്ടയം മാണിസാറിൻ്റെ ഒരു പേരിലുള്ള ഒരു സഹതാപ തരംഗം. ഇടുക്കിയാണെങ്കിലും ടൈറ്റ് ഫൈറ്റ് ഈ പ്രാവശ്യം ഉണ്ട്. പക്ഷേ 5% പോളിംഗ് കൂടിയിട്ടുണ്ടെന്ന് 5% തോന്നുന്നു. അത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്. ആ മധ്യ കേരളത്തിലെ മണ്ഡലങ്ങൾ അത്ര എളുപ്പം CPIM ഇടതുപക്ഷത്തിന് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ തൃശ്ശൂർ ഉറപ്പായിട്ടും കിട്ടുന്ന മണ്ഡലങ്ങളാണ്. ചാലക്കുടിയും കിട്ടാൻ സാധ്യതയുണ്ട്. ചാലക്കുടി പഴയ മുകുന്ദപുരമാണ്, അത് ശക്തമായ കോൺഗ്രസ് മണ്ഡലമാണ്. പക്ഷേ പിടിച്ചെടുത്താണ് ഇന്നജൻ. ചാലക്കുടി 50-50 ചാൻസിലേക്ക് പോകും. 50-50 അല്ല, 50-50യിൽ കൂടുതൽ ഒരു ചാൻസ് ഇന്നജനോട് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് എതിരെ പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും, പക്ഷേ എന്നാലും വൈ യു ഷുഡ് ചേഞ്ച് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എറണാകുളത്തും കോട്ടയവും എങ്ങനെയാണ്? കോട്ടയം ഞാൻ മാണിസാറിന്റെ ഇഫക്റ്റ് പറഞ്ഞു. എറണാകുളം ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടൈറ്റ് ഫൈറ്റ്, ഒരു സംശയമില്ല. കാര്യം ഏത് ഒപ്പീനിയൻ പോൾ പറഞ്ഞു 10% വ്യത്യാസം വന്നു എന്ന് പറഞ്ഞാൽ രാജീവ് ഇസ് എ ഗ്ലാമർ കാൻഡിഡേറ്റ്. അത് രാജീവ് ജയിക്കുമെന്ന് ഞാൻ പറയില്ല, രാജീവ് ജയിക്കൊന്നും പറയില്ല, പക്ഷേ അതിശക്തമായ ഫൈറ്റ്. ലാൽകുമാർ, ഏതായാലും ഇത്രയും സമയം താങ്കൾ ഒറ്റയ്ക്കാണ് അതിഥിയായി കണക്ക് പരിശോധനയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അവസാനമായി താങ്കളുടെ ഒരു നിരീക്ഷണം കൂടി ഇവിടെ വെച്ച് താങ്കൾക്ക് ഈ പരിശോധനയിൽ നിന്ന് വിടവാങ്ങാം. ഒരു ഫാക്ടർ, ഒരു തരംഗം എന്ന നിലയിൽ പല ചർച്ചകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ശബരിമല വന്നു, അവിടെ ഒരു മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കുന്നത് വന്നു, രാഹുൽ ഗാന്ധി വന്നു. ഈ ഫാക്ടറുകൾ തരംഗമായി പല നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ പരിശോധിക്കുന്നു. ഒരു തരംഗത്തിന് ഈ ചർച്ചയുടെ അവസാനം ഒന്ന് സൂചിപ്പിച്ചു പോകാൻ കഴിയുമോ? ഒരു പൊതുധാരണയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഏതെങ്കിലും തരംഗം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായകമായ കാറ്റായി വീശിയിട്ടുണ്ടോ? ഒരു തരംഗത്തിലേക്കൊന്നും എത്തില്ല ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു മാന്യമായ ഡീസെന്റ് ആയിട്ടുള്ള സീറ്റ് ഉറപ്പായിട്ടും CPIM ഇടതുപക്ഷത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു ധാരണ. ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഇസ് എ ബിഗ് ഫാക്ടർ, അതിന് സംശയിക്കേണ്ട കാര്യമില്ല, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും രാഹുൽ ഗാന്ധിക്കൊക്കെ മറിക്കാൻ പറ്റുന്നതിന് ആലത്തൂർ എന്ത് രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതിശക്തമായ കോട്ടകളിലെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റും, മാന്യമായ പെർസെൻറ്റേജ് കിട്ടും. ഈ പ്രാവശ്യത്തെ ഒരു 8 to 10 സീറ്റ്സ് കിട്ടിയാൽ, ഇത്രയും നെഗറ്റീവ് നിന്ന ഒരു സാഹചര്യത്തിൽ പോലും 8 to 10 സീറ്റ് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു LDFന്റെ ബേസ് വളരെ സ്ട്രോങ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. നമുക്ക് കാത്തിരി കാണാം. May 23 വരെ നമുക്ക് നോക്കിയിരിക്കാം. ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ലാൽകുമാർ, ഏതായാലും വളരെയധികം നന്ദി. ഈ ഘട്ടത്തിൽ ഒരു പൊതുചിത്രം നമ്മൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ ഏതായാലും ഒരു മികച്ച ഫൈറ്റാണ് 20 മണ്ഡലങ്ങളിലും നടന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ നിലയിൽ പോകുന്നു. എന്തെങ്കിലും സുരക്ഷിതമായ ചില മണ്ഡലങ്ങൾ UDF-നും LDF-നും ഉള്ളതായി കൂടി ഈ ചർച്ചയിൽ കണക്കുകൾ നമുക്ക് മുന്നിൽ ഒരു ചിത്രം വരച്ചു തരുന്നുണ്ട്.